എനിക്ക് തോന്നുന്നു എനിക്ക് ദൈവം തന്നു തന്നെയോളാം. എനിക്കായിട്ട് വെച്ചതാ. തലേൻ്റെ ഉള്ളിൽ നമ്മളെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി എനിക്ക് ചുരുങ്ങി പോവാ. 12ാമത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ ശരീരമൊക്കെ വീങ്ങി തടിക്കാൻ തുടങ്ങി. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല, മരുന്ന് നിനക്ക് പറ്റില്ല എന്നാണ്. 3ാമതൊരു തലമുറ വരുമ്പോൾ വീണ്ടും വേറെ എന്തെങ്കിലും ജനറേഷന്റെ പ്രശ്നം ഉണ്ടാവുന്ന ഡോക്ടർ പറഞ്ഞു. അവൾ ഐശ്വര്യ റായി, ഞാൻ അമിതാഭ് ബച്ചൻ. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് ഞങ്ങളൊരു വീഡിയോ ഇട്ടു. അതിന്റെ അടിയിൽ ഒരുത്തം വന്ന് കമന്റ് ഇട്ടിക്ക്, ഇവരിതുവരെ ഡൈവോഴ്സ് ആയില്ലേന്ന്. അമ്മേനെ ആദ്യം അടുക്കളയിൽ കയറ്റില്ല. അമ്മയ്ക്ക് പാർക്കിൻസൺസ് എന്ന് പറഞ്ഞൊരു രോഗമാണ്. മുട്ടിന്റെ ഇതിന് മാറ്റി വെക്കണം, സർജറി ഒക്കെ വേണം. എന്നാൽ വലിയ റൊമാൻറ്റിക് ആയിട്ടൊന്നുമില്ല. എനിക്ക് ഇന്ന ഇഷ്ടം. ഇപ്പൊ ഏതൊരു ടൈമിലായിരുന്നു എനിക്കിത് ഞാൻ ബാക്കിയുള്ളവരെ പോലെ അല്ല എന്ന് തോന്നി തുടങ്ങി? ഞാൻ ഈ ഒരു ഗ്രൂപ്പിലെത്തിയത്, ഞാൻ ആദ്യം വിചാരിച്ചത് പക്രുച്ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്നാ. ഞാൻ ഫസ്റ്റ് തന്നെ കാണുന്നത് ഈ പറഞ്ഞ സിനിമ, അതായത് എനിക്ക് തോന്നുന്നു ഞാനൊരു 2-ലെങ്ങാൻ പഠിക്കുന്ന 2003-ോ 4-ലെങ്ങാനാണെന്ന് തോന്നുന്നു സിനിമ ഇറങ്ങിയത്. എനിക്കിപ്പോൾ 27 വയസ്സായി. ആ ടൈമിലെങ്ങാനാ 2004-ലോ 2003-ലെങ്ങാനാന്ന് തോന്നുന്നു. അത്ഭുതത്തിൽ പറഞ്ഞ് ആ സിനിമ കണ്ടപ്പോഴാണ് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. പക്ഷെ പഠിക്കുന്ന സമയത്ത് കുറേ നെഗറ്റീവുകൾ, അതായത് ഹൈറ്റിന്റെ പേരിൽ എല്ലാ പ്രാവശ്യവും നമ്മളെ എടുത്ത് ഫ്രണ്ടിലത്തെ ബെഞ്ചിൽ കൊണ്ടാക്കും. ഫ്രണ്ടിലത്തെ ബെഞ്ചിൽ അങ്ങ് ഇരുവിക്കും. നമുക്കാണെങ്കിൽ ഫ്രണ്ട് ബെഞ്ച് ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. എന്നുവെച്ചാൽ ആൾക്കാരിങ്ങനെ കമ്പനിക്കാരിങ്ങനെ മാറി മാറി വരും. അപ്പൊ നമ്മുടെ കൂടെ എന്തിനും ഹെൽപ്പ് ചെയ്യുന്ന കുറെ പിള്ളേരുണ്ടാവുമല്ലോ, അവരെ കൂടെ ഇരിക്കുമ്പോ അല്ലേ നമ്മള് സാറ്റിസ്ഫൈഡ് ആയ. അപ്പൊ അവരെ കൂടെ നടക്കുമ്പോ എടാ നീ ഞങ്ങളെ കൂടെ നടക്കണ്ട, നീ അവരെ കൂടെ പോട്, അങ്ങനെയുള്ളവരോട് നമുക്ക് ഇഷ്ടമല്ലല്ലോ. എന്താ പറയാ, സിത്താര ഇവിടെ ഇരിക്കുന്നതിനെ കൊണ്ട് തന്നെയാണ് ഒരുപാട് എന്താ പറയാ, ഒരു 3 ആൾക്കാരെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന ടൈമിൽ. അപ്പോൾ അവരൊക്കെ പറഞ്ഞൊരൊറ്റ ഡയലോഗാ. അവരെ കമ്പനിക്കാരോട് പറയും, എടി അവനോട് പറഞ്ഞേക്ക്, എന്താ വെച്ചാൽ അവൻ ഹൈറ്റ് കുറവല്ലേ, ഞാൻ നോക്കിയാൽ ഞാനും അവന് നടന്നു പോകുമ്പോൾ ആൾക്കാരെന്തെങ്കിലും പറയും, അല്ലെങ്കിൽ കമ്പനിക്കാരെന്തെങ്കിലും പറയും, ഒന്ന് അവനോട് നീ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയും. അപ്പോൾ കമ്പനിക്കാരൊക്കെ ഓരോരോ ക്ലാസ്സിലെത്തുമ്പോൾ ഓരോന്നിനെ സെറ്റാക്കുമ്പോൾ നമ്മൾ അന്ന് വേക്കോട്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് ദൈവം തന്നു തന്നെയോളാം. എനിക്കായിട്ട് വെച്ചതാ, അവക്കായിട്ട് വിധിച്ചതാ ഞാൻ. അതെന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ പഠിക്കുന്ന സമയത്തൊക്കെ ഒരുപാട്, ഞാൻ +1 എത്തിയ സമയത്ത് പിള്ളേർ 1 മുതൽ +2 വരെയുള്ള സ്കൂളായിരുന്നു പഠിച്ചത്. അവിടെയുള്ള കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ നോക്കും, എടാ ചെക്കൻ +1 പഠിക്കുന്ന ഇത്രയുള്ള ചെറിയ ചെക്കൻ എന്നൊക്കെ പറഞ്ഞ് ചോട്ടാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തവണ കളിയാക്കിയിട്ട് വീട്ടിൽ പോയി കരഞ്ഞ്. അങ്ങനെയാണ് കുറേ 10ാം ക്ലാസ് പകുതി +2 തുടങ്ങിയ സമയത്താണ് അച്ഛൻ്റെ പെങ്ങള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നത്. ഹൈറ്റ് കുറവുള്ള ചേച്ചീനെ കണ്ടില്ലേ, ചേച്ചി അഡ്മിറ്റാകുന്നത്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായ സമയത്താണ് അഡ്മിറ്റാകുന്നത്. ആ സമയത്ത് ചേച്ചീനോട് ചോദിച്ചു വീട്ടിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു എൻ്റെ ഏട്ടൻ്റെ മോനുണ്ട് എന്ന് പറഞ്ഞു. അവനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ചേച്ചി പറഞ്ഞു ആ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു ഒരു 2-3 ദിവസത്തെ ടെസ്റ്റ് മോനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു സാറേ എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പം മോനെ ഞങ്ങൾ വലുതാക്കി തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 99% നിനക്ക് ഞങ്ങൾ ഉറപ്പ് തരുന്നു, നിന്നെ ഞങ്ങൾ വളർച്ച വെക്കുന്നു. അമൃതയിലായിരുന്നു ചികിത്സ, ആദ്യം അമൃതയിലായിരുന്നു ഈ ചികിത്സ. ആ സമയത്താണ് കോഴിക്കോടേക്ക് ഈ ഡോക്ടർ വരുന്നത്. പിന്നെ കോഴിക്കോടും തുടങ്ങി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടർമാർ വന്നു എൻ്റെ ചികിത്സ ഫുള്ളായിട്ട് തുടങ്ങി. ഫുൾ ബോഡി സ്കാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ കണ്ടെത്തി എൻ്റെ വളർച്ചേൻ്റെ പ്രശ്നം എന്താണെന്ന്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയായി വർദ്ധിക്കുന്നില്ല. തലേൻ്റെ ഉള്ളിൽ നമ്മളെ പിറ്റ്യൂട്ടറി ഗ്രന്ഥി എനിക്ക് ചുരുങ്ങി പോവാ. അപ്പോൾ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നു. എനിക്ക് വളർച്ച വെക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ഇഞ്ചക്ഷൻ തുടങ്ങി. ഇഞ്ചക്ഷൻ ചെയ്ത് ഒരു 12ാമത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ സമയത്ത് എൻ്റെ ശരീരമൊക്കെ വീങ്ങി തടിക്കാൻ തുടങ്ങി. കാലുമ്മലൊക്കെ ചോര കൊണ്ടാച്ച് ഇറങ്ങാൻ തുടങ്ങി. ആ സമയത്ത് നല്ലോണം ഫുഡ് കഴിക്കുകയായിരുന്നു, കുറച്ച് തടി ഉണ്ടായിരുന്നു, വെയിറ്റും ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ വിളിച്ചു വീട്ടിൽ നിന്ന് അച്ഛൻ, സാറേ ഇങ്ങനെ അവൻ്റെ കാലൊക്കെ വീങ്ങിയിട്ടുണ്ട്, എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ ചികിത്സ തുടങ്ങി. അപ്പോൾ അമേരിക്കയിലേക്ക് വീണ്ടും എൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ അയച്ചു കൊടുത്തു. അവർ പറഞ്ഞു നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂല, മരുന്ന് നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് +1 പഠിക്കുന്ന സമയത്ത്
8 വയസ്സിൻ്റെ വളർച്ച എനിക്ക് വന്നിട്ടുള്ളൂ, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഫാമിലിയിൽ ഉള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ പറഞ്ഞു ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചതും ആ ഒരു കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ അച്ഛൻ കല്യാണം കഴിച്ചത് അച്ഛൻ്റെ അമ്മേൻ്റെ മാമൻ്റെ മോളെ. അപ്പം ഞങ്ങളിനി, അതായത് ആ അച്ഛൻ്റെ മക്കൾ, ഞങ്ങൾ ഞാനും എൻ്റെ ഏട്ടനും രക്തബന്ധത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ പറ്റൂല. മൂന്നാമതൊരു തലമുറ വരുമ്പോൾ വീണ്ടും വേറെ എന്തെങ്കിലും ജനറേഷൻ്റെ പ്രശ്നം ഉണ്ടാകുന്ന ആ ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഞാനിത് എൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞ സമയത്ത് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പറ്റൂല, അങ്ങനെ ഒരു ഇതില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഉണ്ട്. സിത്താരേൻ്റെ അമ്മയും മോസ്റ്റ്ലി അങ്ങനെ സയൻസ് പറയുന്നുണ്ട്. ഉണ്ട്. സിത്താരേൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ് കല്യാണം കഴിച്ചത്. അവളെ അമ്മയുടെ ബന്ധത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഹൈറ്റിന്റെ പ്രശ്നം. പല പ്രശ്നമുണ്ട്. ഇപ്പൊ ഹൈറ്റിന്റെ പ്രശ്നം തന്നെ വരണമെന്നില്ല, വേറെ എന്തെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാവാം. ഓട്ടിസം ബാധിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഡിസേബിൾഡ് സംഭവിക്കുക. അപ്പോൾ അത് അതിന് കുറേ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ കാറ്റഗറിക്ക് ഷോർട്ട് കാറ്റഗറി എന്നും പറഞ്ഞ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു. അവൾ ആദ്യം എടുത്തിട്ടുണ്ട്, ഞാനും എടുത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് ഞാൻ കയറി ചെല്ലുന്നത്. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയാണ് എന്നെ ലിറ്റിൽ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്യുന്നത്, വാട്സപ്പ് കൂട്ടായ്മയിൽ. അതിൽ ഞാൻ നോക്കുമ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഡെയിലി ഞങ്ങളെ പാട്ട്, കവിത, അതേപോലെ തന്നെ ഓരോരോ തമാശകൾ, കോമഡികൾ, ഞങ്ങൾ ഒത്തുകൂടുക, ഞങ്ങളതായുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഒത്തുകൂടുക, ഞങ്ങളതായുള്ള ട്രിപ്പ് കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഗ്രൂപ്പായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ 2 സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്കിയെടുത്തത്. നീലിമ എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചിയാണ് സെക്രട്ടറി. പ്രസിഡന്റ് നമ്മുടെ ജോബി ചേട്ടനെ അറിയോ? സിനിമ നടൻ ജോബി ചേട്ടൻ അറിയാം, ഞാൻ കാണിച്ചു തരാം. അറിയാം. അപ്പോൾ ജോബി ചേട്ടനാണ് പ്രസിഡന്റ്. അപ്പോൾ എല്ലാവരെയും ഒരു കൂടെ കീഴിൽ ചേർത്ത് പിടിച്ച് പല ആൾക്കാർ സിനിമാ മേഖലകളിൽ, പല ആൾക്കാർ നാടകം, കല, അങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ പോകുന്നു. അങ്ങനെ പോകുന്നു. ചേച്ചി എപ്പോഴായിരുന്നു റിയലൈസ് ചെയ്തത്? അത് ഞാൻ അമ്മ എന്നെ പ്രസവിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ 8ാം മാസത്തിലാണ് ഉണ്ടായത്. അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു വളർച്ചയില്ല എന്ന് പറഞ്ഞു. അതിന് മരുന്ന് നമുക്ക് കുത്തിവെക്കാമെന്നും പറഞ്ഞു. ഒരു 10 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെ കുത്തിവെക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അതിനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു, എടുത്തിട്ടില്ല. പിന്നെ വേറൊരു ടെസ്റ്റിനും പോയിട്ടില്ല. ഇങ്ങനെ തന്നെ. വിഷമുണ്ടോ? പെട്ടെന്ന് പൊട്ടിക്കരയാറായോ? നമുക്ക് വിഷമമൊന്നുമില്ല, നമ്മളെ കാണുന്ന ആൾക്കുള്ള പ്രശ്നമേ ഉള്ളൂ. ഞങ്ങള് എന്താ പറയാ, നമ്മൾ ആ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്ത് ജീവിക്കും. ഞാനല്ലേ അവളെ ഐശ്വര്യ റായി, ഞാൻ അമിതാഭ് ബച്ചൻ, അതുകൊണ്ട് പിന്നെ പ്രശ്നം ഒരു കുഴപ്പമില്ല. പക്ഷെ അവര് ഡിവോഴ്സായി, അങ്ങനെ ആവാതിരിക്കട്ടെ. അയ്യോ, ഞാൻ പറഞ്ഞേ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് ഞങ്ങളൊരു വീഡിയോ ഇട്ടു. അതിന്റെ അടിയിൽ ഒരുത്തം വന്ന് കമന്റ് ഇട്ടിക്ക്, ഇവരിതുവരെ ഡൈവോഴ്സ് ആയില്ലേന്ന്. കല്യാണം കഴിഞ്ഞ ഒരു വർഷമൊക്കെ ആകുമ്പോൾ ഇതാക്കാൻ നിൽക്കുക. അതിന്റെ പിറ്റേന്ന് എന്താ പറയാ, ഞങ്ങൾ എന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പല മുള്ളുവഴി ഉണ്ടാവും. ആ മുള്ളുവഴിയൊക്കെ ചാടി പിടിച്ച് കയറി പിടിക്കാൻ പറ്റുന്നിടത്ത് ഞങ്ങൾ പിടിച്ചിരിക്കും. ആ ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങളെ ലൈഫ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഇപ്പൊ നിങ്ങളുടെ ലവ് സ്റ്റോറിയിൽ വില്ലന്മാരെങ്കിലും ഉണ്ടായിരുന്നോ? നടന്നാ ശരിയാവില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല? വില്ലന്മാരെന്നൊന്നുമില്ല, വില്ലന്മാരാരുമില്ല. വില്ല് വെക്കാൻ അതിന് ആരോടും നമ്മൾ പറയുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു കുട്ടീനെ സ്നേഹിച്ചിട്ടുണ്ട്, ഇങ്ങനെ ആക്കുന്നുണ്ട്. അതെ, എന്താ പറയാ, ഇപ്പുറത്തെ സൈഡ് അടച്ചങ്ങ് പിടിക്കുക. എനിക്ക് സപ്പോർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അച്ഛൻ്റെ പെങ്ങള് കല്യാണം കഴിക്കാൻ പോകുന്നത് തന്നെ ഒരു പോലും കയ്യിലില്ലായിരുന്നു. ചേച്ചിയാണ് മറ്റേ താലി ലോക്കറ്റ് മേടിച്ചു തന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ ഡ്രസ്സ്, അവക്കുള്ള ഡ്രസ്സ്, എനിക്കുള്ള ഡ്രസ്സ്, ബാക്കി കാര്യം. പക്ഷെ ഒരു പെൺകുട്ടീനെ വിളിച്ചിറക്കിക്കൊണ്ട് വരുമ്പോ അറ്റ്ലീസ്റ്റ് അവളെ പോറ്റാൻ കഴിയണം എന്ന് തോന്നിയിരുന്നില്ല? ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എറണാകുളത്ത് ഒരു ഹോസ്റ്റൽ നടത്തുകയാണ്. അപ്പം ഞാനും ചേച്ചിയും കൂടിയാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ വർക്കും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതല്ല, വിളിച്ചിറക്കുന്ന ആ ഒരു ടൈമില് നമ്മളൊന്നും അല്ലാത്തൊരു അവസ്ഥയിലാണ് വിളിച്ചിറക്കുന്നത്. അവസ്ഥയിലാണ് ഇറക്കിക്കൊണ്ട് അവളെ എങ്ങനെ നോക്കാമെന്നായിരുന്നു?
ഇവളെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവളെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് നിർത്തണം. നമ്മൾ ആണുങ്ങൾ ഇപ്പം ആണുങ്ങൾക്ക് പല സ്ഥലത്ത് എവിടെ വേണമെങ്കിലും കിടക്കാം, അതേപോലെയല്ല ഒരു പെണ്ണിന്റെ അവസ്ഥ. അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു പ്ലാൻ മനസ്സിലുണ്ടായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പേരില് ഒരു പ്രീതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്റ്റൽ ഉണ്ട് ഞങ്ങൾക്ക് എറണാകുളത്ത്. അത് ഞാനും അച്ഛനും ചേച്ചിയും കൂടിയാണ് നടത്തുന്നത്. അപ്പോൾ ചേച്ചി അച്ഛൻ നാട്ടിൽ പോയ സമയത്ത് എന്നോട് പറഞ്ഞു, അച്ഛന് വയ്യാണ്ടൊക്കെ ആയ സമയത്താണ് അച്ഛൻ ഇങ്ങോട്ട് വന്നത്. എന്നുവെച്ചാൽ ചേച്ചിക്കും വയ്യാണ്ടായി. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഒന്ന് വരണം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ചേച്ചിക്ക് മൂക്ക് വയ്യാണ്ടായിരുന്നു, മൂക്ക് പാൻക്രിയാസിന്റെ അസുഖം ഉണ്ടായിരുന്നു. ആ സമയത്ത് ചേച്ചിക്ക് എല്ലാം കൂടി ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു, നീ ഒന്ന് വരണം, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനും അച്ഛനും കൂടി അപ്പോൾ ഞങ്ങൾ വേറൊരു വലിയ ഹോസ്റ്റൽ എടുത്തപ്പോൾ പ്രീതി എന്ന് പറഞ്ഞ ഹോസ്റ്റലിൽ അച്ഛൻ നാട്ടിൽ പോയ സമയത്ത് ചേച്ചി എന്നോട് പറഞ്ഞു, ഇത് നീ നോക്കണം മോനെ, അതിൻ്റെ വാടകയും കാര്യങ്ങളൊക്കെ നീ കൊടുക്കണം, അതിന് എത്രയാ വരുമാനം വരുന്നതെന്ന് വെച്ചാൽ അത് നീ എടുത്തോന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടാളും കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും ഇവിടെ വന്ന് താമസിച്ചോന്ന് പറഞ്ഞു. അതിപ്പോഴും അവിടെ ഉണ്ട്. അതിൽ നിന്നൊരു മന്ത്ലി ഒരു വരുമാനം വരുന്നുണ്ട്. മന്ത്ലി അതിൽ നിന്ന് ഞങ്ങൾക്കൊരു വരുമാനം വരുന്നുണ്ട്. പിന്നെ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പോൾ അതൊക്കെ പിന്നീട് പിന്നെ അല്ല, അതിൻ്റെ കാര്യം പറഞ്ഞ ഇപ്പോൾ അതിൽ നിന്നുള്ള വരുമാനമാണ് ഞങ്ങൾക്ക് പോകുന്നത്. പിന്നെ വീട്ടിൽ ഒരു എന്താ പറയുക, ഒരു മുട്ടു സൂചി പോലും ഇവക്ക് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ എന്നെ കൊണ്ട് വായിപ്പിക്കില്ല. അവൾ അച്ഛൻ കറങ്ങാൻ പോകുമ്പോൾ എല്ലാ കാര്യവും എന്താ പറയുക, ഡ്രസ്സാണെങ്കിലും ഓണാണെങ്കിലും വിഷു ആണെങ്കിലും എല്ലാം ഞങ്ങളെ കൂടെ അച്ഛനാണ് ഏത് ടൈമിലും ഉണ്ടാകുക. എവിടെ ഒരു പ്രമോഷൻ ആയാലും ഉദ്ഘാടനം ആയാലും എന്തിനും അച്ഛനുണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു TK എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തന്നെ ഉണ്ട്, അശ്വന്ത് TK, ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അവനുണ്ടാവും, വണ്ടിയൊക്കെ അവൻ ഓട്ടും. അച്ഛനില്ലാത്ത സമയത്ത് അവൻ വരും. എന്നുവെച്ചാൽ ഞങ്ങളങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ബസ്സിലോ അങ്ങനെ ഒന്നും കയറി പോകും. സിനിമയ്ക്ക് ബാക്കിയുള്ള കാര്യത്തിനൊക്കെ ഏട്ടൻ ഫസ്റ്റ് തന്നെ ഗംഭീര ഫസ്റ്റായിരുന്നു. ഏട്ടൻ പറഞ്ഞു, ഞാനിനി ആ വീട്ടിലേക്ക് വരൂല. എന്നുവെച്ചാൽ ഞാൻ അവനെ ഓവർടേക്ക് ചെയ്തു, അവൻ്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ ഇപ്പൊ പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് വരൂല, അവൻ എന്നെ ഓവർടേക്ക് ചെയ്ത് എനിക്ക് വരണ്ട അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നെ എല്ലാം കൂടി വന്നതിന് ശേഷമാണ് അവളെ പൊന്നോളെ നോക്കുന്നത്. ചേട്ടൻ ഡെയിലി വീട്ടിൽ വരുന്ന സമയത്ത്, ജോലിക്കാരി വരുന്ന സമയത്ത് ബാഗിലൊരു കവർ നിറച്ച സാധനം ഉണ്ടാവും, നമുക്കുള്ള മിഠായിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എന്താ പറയുക, വീട്ടിലൊരു മോളെ കിട്ടിയ പോലെ തന്നെയാണ്. എന്നുവെച്ചാൽ ഞങ്ങൾ ഏട്ടൻ്റെ കൂടെയാണ് ഏട്ടൻ്റെ റൂമിൽ കിടന്നുറങ്ങുക. ഏട്ടൻ്റെ റൂമിൽ AC ഉണ്ട്, അതുകൊണ്ട് ഞങ്ങളൊക്കെ ഒരുമിച്ച് കിടക്കുക. സിനിമ കാണും, ചിലപ്പോൾ ഒരു 2-3 മണി വരെ കാണും. എൻ്റെ അവിടെ തന്നെ കിടന്നുറങ്ങും. അപ്പോൾ ഏട്ടൻ ഞങ്ങൾ പോട്ടെ വേണ്ട നമ്മക്കെല്ലാം ഇവിടെ കിടക്കാമെന്ന് പറയും. അങ്ങനെയാണ്. പിന്നെ ഏട്ടൻ്റെ കൂടെ 3 ബൈക്കിന് പോകും. അങ്ങനെ ബൈക്കിന് പോകുന്നപ്പോൾ ആൾക്കാർ പറയും, അല്ല മക്കളെ നിങ്ങളെ പോലീസുകാർ പിടിക്കൂലേ? അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ മറ്റൊരിതാ. അങ്ങനെയാണ് ഞങ്ങൾ 3 കൂടിയ സിനിമയ്ക്കും എല്ലായിടത്തും പോവുക. പിന്നെ ഏട്ടൻ്റെ സ്നേഹം എപ്പോഴും ഉണ്ട്, എല്ലാത്തിനും ഹെൽപ്പിനും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടായ ഏട്ടൻ. ഹണിമൂൺ ഒന്നും പോയില്ല? ഇല്ല, ഇതുവരെ പോയിട്ടില്ല. അപ്പൊ ഏതാണ് ഇവിടെ ഇന്ന സ്ഥലത്തിന് ഈ ഹണിമൂൺ പോണം എന്ന് ചേച്ചിക്ക് ആഗ്രഹമുണ്ടോ? നമ്മൾ അന്ന് പറഞ്ഞ താജ്മഹൽ അല്ലേ? അല്ല, ഇവിടെ പറഞ്ഞ കാശ്മീർ. ഫസ്റ്റ് പറഞ്ഞ ഞങ്ങള് കാശ്മീരാണ്. ആ ചെറിയ തണുപ്പൊക്കെ അതിനെ കൊണ്ട് ഇപ്പൊ മാറ്റി ഇപ്പൊ ഞങ്ങള് താജ്മഹൽ പോവാന്ന് വെച്ച്. ഇപ്പൊ ഡൽഹിക്കാണ് പഠിച്ചത്? ആഗ്ര, ഡൽഹി, ആ ഒരു ഏരിയയിലേക്കാണോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് താജ്മഹൽ സെലക്ട് ചെയ്യാൻ കാരണം? അതും ഒരു എന്താ പറയാ, പ്രണയമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം. അതുകൊണ്ടാ ചോദിച്ചത്. താജ്മഹൽ മുംതാസ് അല്ലേ, മുംതാസിന് വേണ്ടി പണിതല്ലേ. അപ്പൊ അങ്ങനെ എന്തേ പണിതാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ പണിയാൻ പ്ലാൻ ഉണ്ടോ? വീട് വെക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ കുറെ ടൈം എടുക്കും അതിനൊക്കെ. അത് വീടല്ല. അല്ല, അത് ഷാജഹാന് ഓർമ്മയ്ക്ക് വേണ്ടി പണിതല്ലേ. ഓക്കെ. ഇപ്പം ചേട്ടന്റെ എന്തെങ്കിലും ക്വാളിറ്റീസ് ചേച്ചിക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടോ? പെട്ടെന്ന് പൊട്ടി തീർക്കി, സമാധാനം ഇല്ല. സമാധാനം തരാറില്ല. സമാധാനം എനിക്കല്ലേ ക്ഷമയില്ല. ഇങ്ങനെ വേണം. എന്തൊരു സാധനം എടുക്കണം, നമ്മൾ അത് എടുത്തോണ്ട് വരാനുള്ള സമയത്തില്ല, പെട്ടെന്ന് കൊണ്ടുവന്നത്. ചേട്ടനെ എന്താ തിരിച്ച് എനിക്ക് പറയാനുള്ള വെച്ചാല്, ഇത് കണ്ടോ, മേക്കപ്പ് കണ്ടോ, ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് കുളിച്ചിറങ്ങിക്ക് ഇവിടെ അതാണ് വൈകിയത്. 1/2 എടുത്തി അവള് മേക്കപ്പ് എടുത്തിട്ടില്ലേ. പക്ഷെ അത് ഞാനൊന്നും പറയില്ല, അത് പെണ്ണുങ്ങളുടെ ഒരു പൊതു ആണ്. എനിക്കറിയാം, എന്നോട് പറഞ്ഞെന്താന്നോ, ഈ ആമ്പിള്ളേര് പാന്റ് ഇടുന്ന പോലെയല്ലോ പെണ്ണുങ്ങള്, എത്ര ഡ്രസ് ഇട്ടിട്ട് വേണം വരെ. 2 പാന്റ് വലിച്ചു കീറി ഷർട്ട് ഇട്ട് ഇങ്ങ് പോന്നാ മതി എന്നാ പറയാ. പക്ഷെ അത് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ആ ഒരു ടൈം അതൊന്ന് കീപ്പ് ചെയ്യണം.
പിന്നെന്ന് വെച്ചാല് വേറെ ഒന്നും നമ്മളെ പറ്റി അങ്ങനെയൊന്നും പറയാനില്ല. എന്താ പറയാ, ഞങ്ങൾ അങ്ങനെ അടി ഉണ്ടാക്കാറില്ല. എന്താ ജസ്റ്റ് ഒരു അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് റീലെടുക്കുമ്പോൾ അവളൊന്ന് തെറ്റിക്കും, ഞാനും തെറ്റിക്കും. അതിന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തന്നെ സ്പോട്ടിൽ തന്നെ ഞങ്ങൾ ഇതാവും. അപ്പൊ ചേച്ചി ആക്ച്വലി പത്തനംതിട്ടയല്ലേ? അപ്പൊ കോഴിക്കോട് പോകുമ്പം ഏറ്റവും ഇഷ്ടപ്പെടും കോഴിക്കോടുകാരുടെ മെയിൻ എന്ന് പറയുന്നത് ഫുഡാണ്. ഏത് ഫുഡാണ് കോഴിക്കോടുകാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നമ്മുടെ ഒരു ബിരിയാണി റഹ്മത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇല്ല, അവള് കഴിച്ചിട്ടില്ല. എന്താ പറയാ, ഞങ്ങൾ അങ്ങനെ, ഞാൻ പറഞ്ഞേ അങ്ങനെ പോയിട്ടില്ല. പിന്നെ ഏത് ബിരിയാണിയാ? നാട്ടിൽ തന്നെ ഉള്ളല്ലേ. നാട്ടിൽ തന്നെയുള്ള ഞങ്ങളെ നാട്ടിൽ തന്നെ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, വെപ്പിന്റെ ആൾക്കാരൊക്കെ ഉണ്ട്. നാട്ടിൽ തന്നെ ക്വാളിറ്റിയിലെ തക്കുടുവിന്റെ നാട്ടിൽ തന്നെയുള്ള ഒരു ഷോപ്പില് അച്ഛനും വെക്കും ബിരിയാണി. ഹലുവ എനിക്ക് പണ്ടേ ഇഷ്ടം. കോഴിക്കോടൻ ഹൽവ. പിന്നെ മിച്ചർ, അവിടുത്തെ മിച്ചർ ഇഷ്ടമാണ്. പയ്യോളി മിച്ചർ. പിന്നെ പയ്യോളി മിച്ചർ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ പല ഭാഷയും ഞങ്ങളെ ഭാഷയായിട്ട് കുറെ വ്യത്യാസമുണ്ട്. മീനൊക്കെ പേര് പറയുമ്പോ തന്നെ അതെന്താ വ്യത്യാസം പറയും എന്നുവെച്ചാല്, നമ്മുടെ ഇവിടെ ഞങ്ങളുടെ പത്തനംതിട്ടയില് കിളിമീനില്ലേ, ചുമന്ന കിളിമീൻ, ഇവിടെ പൊയ്യാപ്പിള കോര. പുയ്യാപ്പിള കോരാന്ന് പറയും. പുയ്യാപ്പിള കോര, പുയ്യാപ്പിള കോര. അങ്ങോട്ട് അങ്ങനെ പല വ്യത്യാസമുണ്ട്. മത്തിന്നല്ലേ പറയാ? മത്തി. നിങ്ങളവിടെ മത്തിന്ന് പറയാ? മത്തി ചിലടത്ത് ഇവിടെ എറണാകുളത്ത് ചാളാന്ന് പറയാ. പിന്നെ ഞങ്ങള് കല്ലുമ്മക്കായില്ലേ, ഇവിടെ കക്കാന്ന് പറയും തോന്നുന്നു. കല്ലുമ്മക്കായാണോ കക്ക? ഇവിടെ കല്ലുമ്മക്കായ അല്ല കക്ക. ഞങ്ങളെ നാട്ടില് കക്ക വേറെ ഉണ്ട്, ചെറിയ. അത് കടുക്കല്ലേ? അല്ലല്ല, ഞങ്ങള് കല്ലുമുക്കായി എന്ന് പറയും. 2 തോടുള്ള സാധനത്തിന് കല്ലുമുക്കായി എന്ന് പറയും. ചെറിയ സാധനത്തിന് ഞങ്ങള് കക്ക എന്ന് പറയും. പുഴയെന്ന് വാരുന്ന സാധനം എളമ്പക്ക എന്ന് പറയും. വൈറ്റ് സാധനല്ലേ? വൈറ്റ് തന്നെയാ. ആണ്, കഴിച്ചിട്ടില്ലല്ലേ? അല്ല, ഫ്രൈ ആക്കിയല്ലേ നമ്മള്. അങ്ങനെ ഫ്രൈ ആയിട്ട് പിന്നെ നമ്മള് വൈറ്റ് കളർ കാണുന്നില്ലല്ലോ. അടുക്കളയിൽ കേറിയിട്ടില്ലാന്ന്. ചേട്ടൻ അടുക്കളയിൽ കയറിയിട്ടുണ്ടോ? കാണിച്ചു കൊടുക്കണി വീഡിയോ. ചേട്ടനല്ലേ കാണിക്കുന്നേ? വീഡിയോ ആണോ? എന്താ അല്ല കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു? വീഡിയോ ഉണ്ട് ഞങ്ങൾ യൂട്യൂബിൽ. അത് വേണ്ട, വീഡിയോ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ നാളെ വീഡിയോ ഇടും ഞാൻ കുക്ക് ചെയ്യുന്ന. അതല്ല സത്യല്ലല്ലോ. ഞങ്ങൾ ഇടുന്നതല്ല സത്യാട്ടോ. അടുക്കളയില് ചിലപ്പോ ഞാനും അമ്മ ഉണ്ടാവും രാവിലെ. ഏട്ടൻ വരുമ്പോ ഞാനും ഏട്ടനും വരയ്ക്കും. ഞാൻ കേറാറില്ല. എപ്പോഴെങ്കിലും വേണ്ട വേണ്ട, എപ്പോഴെങ്കിലും കേറില്ലേ? പറ്റില്ലേ? അതല്ലല്ലോ ഗ്രൈൻഡർ. ചേട്ടൻ എന്താ ഉണ്ടാക്കാറ്? അപ്പൊ ഞാനോ? ഞാൻ അടുക്കളയിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുക. എന്താ ഉണ്ടാക്കാറ്? ഞാൻ കട്ടൻ ചായ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ഞാനാ വേണ്ട, ഞാൻ ഉളിച്ച് പപ്പടൊക്കെ ഉണ്ടാക്കും. ചേച്ചി ഉണ്ടാക്കുന്ന ഏത് ഫുഡാ ചേട്ടന് ഇഷ്ടം? ചേട്ടനോട് തന്നെ ചോദിച്ചു. എല്ലാം ഇഷ്ടം. എല്ലാം ഇഷ്ടം. എന്നാലും ഒരു ഫേവറേറ്റ് ഉണ്ടാവില്ലേ? കട്ടൻ ചായ മാത്രം പറയരുത്. കോഴിക്കോടുകാർക്ക് അല്ലെങ്കിൽ ഒരു വികാരമാണ് എപ്പോഴും ചിക്കൻ കറി ഇഷ്ടമാണ്. പിന്നെ മത്തിയൊക്കെ നല്ലോണം വരട്ടിയൊക്കെ വെക്കും. അമ്മ ഉണ്ടാക്കുന്നതിനെക്കാട്ടും എന്താ പറയാ, അമ്മക്ക് അല്ല, അമ്മ ഈ തേങ്ങ അരച്ചൊക്കെ വെക്കും. അവള് തേങ്ങ അരക്കാണ്ടുള്ള കുറച്ച് ഫ്രൈ ആക്കിയിട്ടൊക്കെ വെക്കും. പിന്നെ അമ്മേനെ ആദ്യം അടുക്കളയിൽ കയറ്റില്ല. അമ്മക്ക് പാർക്കിൻസൺസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്. പക്ഷെ കൈ ഇങ്ങനെ വറച്ചുകൊണ്ടിരിക്കും അമ്മേൻ്റെ. പിന്നെ കാലിൻ്റെ മുട്ടിൻ്റെ ചലനശേഷി, മുട്ടിൻ്റെ ഇതിന് മാറ്റി വെക്കണം, സർജറി ഒക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് അമ്മ അങ്ങനെ അടുക്കളയിൽ കയറൂല. ഒന്ന് അവിടെ ഇരിക്കും. അവള് ചെയ്യുന്നൊക്കെ അവളൊറ്റയ്ക്ക് ഗ്യാസൊക്കെ എന്നുവെച്ചാൽ അവള് വന്നതിന് ശേഷം വീട്ടിലെല്ലാം അടിമുടി എല്ലാം ചെയ്തതാ. എന്താ വീട്ടിലേക്കുള്ള ഗ്യാസിന്റെ തട്ട് മാറ്റി ചെയ്തു. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളെ ബാത്റൂമിന്റെ സെറ്റുകൾ തീർത്തും എനിക്കെത്തുന്ന രീതിയിലായിരുന്നു വെച്ചത്. അത് തീർത്തു. ഷവറായാലും ഈ നമ്മുടെ പൈപ്പായാലും പിന്നെ അതേപോലെ തന്നെ റൂമിലെ സ്വിച്ച് കാര്യങ്ങൾ, ഡോറിന്റെ ലോക്ക് എല്ലാം വീട്ടിൽ എവിടെയൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടി വിൻ്റെ സ്വിച്ച്, പിന്നെ നമ്മുടെ മെയിൻ ഡോറിന്റെ കുറ്റി ഒക്കെ ചേഞ്ച് ചെയ്തോ. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നാള് ഫോണിലൂടെയല്ലേ സംസാരിക്കുന്നത്. ആ ഒരു പ്രണയകാലത്തേക്ക് ഒന്ന് പോയാലും നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഫോൺ ഉണ്ട് വിചാരിക്കാം, അതാണ് ടാസ്ക്. സംഭവം എന്ന് വെച്ചാല് ഞങ്ങൾ എങ്ങനെയാ പറയാന്ന് വെച്ചാല്, നീ പറ, അമലൂസ് പറ, സിത്തു പറ, അമലൂസ് പറ, ഈ ഒരു ഇങ്ങനെ സംസാരിക്കയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും.
എന്തെങ്കിലും ഒരു ടോപ്പിക് മതി ടോപ്പിക് ഇടും, പറയാം. അതിനെപ്പറ്റി സംസാരിക്കും. ജസ്റ്റ് അത് ആക്ട് ചെയ്ത് കാണിച്ചാൽ മതി. സെറ്റ് അല്ലേ? സിത്തു, ആ പറഞ്ഞു. അമ്മേ എന്നെ കണ്ടിട്ട് എന്ത് പറഞ്ഞു? അമ്മ പറഞ്ഞു നല്ല മോനാണ്, ഉം. നമുക്ക് കല്യാണം നടത്താം എന്ന് പറഞ്ഞു. ആണോ? നീ എന്താ അമ്മേനെയും കൂട്ടി വന്ന്? അമ്മേനെ കൂട്ടി ഒന്ന് എന്താ ഭാവി വരണേ കാണണ്ടേ? അല്ല, വേറെ ആരും ഇല്ലേ? വേറെ ആരും എനിക്ക് തോന്നിയില്ല. കമ്പനിക്കാരൊന്നും ഇല്ലേ? ഉണ്ട്, അമ്മ വന്നോട്ടെ എന്ന് വിചാരിച്ചു. ഞാനെങ്ങനെയാണ് നിന്ന് അന്നേരം? അമ്മേനെ കൂട്ടി വന്നേരം ഞാനെങ്ങനെയാണ് നിന്ന്? എങ്ങനെ നിന്നേന്നോ? ആ എന്താ വന്ന് കൊണ്ടിക്കൂടെ? ആ. എടി, അമ്മയുള്ളതിനെ കൊണ്ട് എനിക്കൊരു ചടപ്പ് പോലെ. അതിനെന്താ? ഇങ്ങനെ ഞങ്ങൾ സംസാരിക്കാറ് ആ ഇത്ര ഫോർമലായിട്ടോ? ആ. വലിയ റൊമാൻറ്റിക് ഒന്നുമല്ല. അങ്ങനെ വലിയ റൊമാൻറ്റിക് ആയിട്ടൊന്നുമില്ല. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു, എന്നാലും എന്നെ ചതിച്ചു. എന്നാ റൊമാൻറ്റിക് അല്ലാത്ത ആള് എങ്ങനെയാണ് പ്രപ്പോസ് ചെയ്യാന്ന് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഓക്കെ അല്ലേ, നമുക്കൊന്ന് പ്രപ്പോസ് ചെയ്താലോ? പ്രപ്പോസ് ചെയ്യണം. ആ എന്താ അവിടെ നോക്കിയിട്ട് പ്രപ്പോസ് ചെയ്യാലോ ഇവളെന്നുള്ളൊരു നോട്ടോ? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. അതായത് എനിക്ക് വേണ്ടേ? അല്ല, ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് എന്നോട് പറഞ്ഞോ. എങ്ങനെയാ പറയണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ആരെയും അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. ചെയ്ത ആൾക്കാരൊക്കെ എന്നെ തേച്ചിട്ട് പോയിട്ടേ ഉള്ളൂ. അതെനിക്കറിയാം. അറിയാലോ. എനിക്ക് എന്നെ ഇഷ്ടം. ഐ ലവ് യു. താങ്ക് യു. ഒരു സാധനം ഇടും തരാം. ഓക്കെ, ആയിക്കോട്ടെ. ഓ, താങ്ക് യു. നല്ല അടിപൊളിയായിരുന്നു. ഇതൊക്കെ കാണുമ്പോ എനിക്കൊന്ന് പ്രേമിച്ചാൽ കൊള്ളാന്നൊക്കെ തോന്നുന്നുണ്ട്. വെറുതെയാ ഈ കാണിക്കുന്നൊക്കെ ഉള്ളൂ എന്നല്ലേ? അങ്ങനല്ല, ഇപ്പോഴത്തെ പ്രേമം നമ്മള് കാണുന്നല്ലേ ന്യൂസ്. എന്നാലും പണ്ടത്തെ കാലത്തും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് പിന്നെ എത്ര ഭേദമായിരുന്നു, ഇപ്പം ഇല്ലല്ലോ.